എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ അഭിഭാഷകൻ്റെ നേരെ പ്രൈവറ്റ് ബസ് ഡ്രൈവറുടെ ആക്രമണം. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ അഭിഭാഷകൻ്റെ നേരെ ബസ് വെട്ടിച്ച് കയറ്റാൻ ശ്രമിച്ചു. അത് ചോദ്യം ചെയ്തപ്പോഴാണ് അഭിഭാഷകൻ ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇയാൾ ബസ് നിർത്തി ചവിട്ടാൻ ശ്രമിച്ചത്. നമുക്ക് ആ വാർത്തയിലോട്ടൊന്ന് പോവാം. ഓക്കെ. കൊച്ചിയിൽ അപകടകരമായ ബസ് ഓടിച്ചത് ചോദ്യം ചെയ്ത അഭിഭാഷകന് നേരെ ഡ്രൈവറുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അഭിഭാഷകനായ ഭരത് രാജീവന് നേരെ ബസ് വെട്ടിച്ചു കയറ്റിയത് ചോദ്യം ചെയ്തപ്പോഴാണ് ഡ്രൈവർ ഡോർ തുറന്ന് തലയ്ക്ക് ചവിട്ടാൻ ശ്രമിച്ചതെന്നാണ് പരാതി. ബസ് ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ജില്ലാ കൊടിമത്സരത്തിലാണ് ഈ സംഭവത്തിനാസ്പദമായിട്ടുള്ള ബസ് പുറകിൽ വന്ന് ഫോണടിക്കുകയും സൈഡിൽ കയറിയും അതിനുശേഷം എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതിന് പകരം ഈ ബസ് എന്നെ പരമാവധി ഇടതുവശം ചേർത്ത് എന്നെ അപായപ്പെടുത്തണമെന്നുള്ള കരുതലോടുകൂടി തന്നെ സൈഡ് വരുമ്പോൾ അവിടെ ബാലൻസ് ചെയ്ത് വീഴുകയുണ്ടായി. ബസ് ഡ്രൈവറോട് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മർദ്ദനമേറ്റത്. എനിക്ക് തോന്നുന്ന പോലെ വണ്ടി ഓടിക്കോടാ എന്ന് പറഞ്ഞ് കേട്ടാൽ അറക്കുന്ന തെറി വിളിച്ചുകൊണ്ടും ഡോറ് തുറന്ന് വലതുകാല് വെച്ച് എൻ്റെ തലയ്ക്ക് ചവിട്ട് ചെയ്തിട്ടുണ്ടായത്. ഹെൽമെറ്റ് ഉള്ളത് കാരണം ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയില്ല. റാംഷാ CP ഉണ്ട്, റാംഷയോട് ചോദിക്കാം. കേട്ടോ, ഇതൊക്കെ തന്നെയാണ് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ അഹങ്കാരം. മനസ്സിലായില്ലേ? ഇവരെവിടെ ചെന്നാലും നേരാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അഹങ്കാരം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയദർശിനി ബസ്സൊക്കെ ഓടാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഇവർക്ക് ഭയങ്കര ആളെ കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റും, അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കൺസെഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു കംപ്ലൈൻറ്റ് കേൾക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇതാണുള്ള ഈ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇതിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിന് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം തന്നെയാണ്. കാര്യം ഒരു വക്കീലാണ് അദ്ദേഹം. അത് സംഭവം ശരിയാണ്. അയാളുടെ നേരെ ബസ് വെട്ടിച്ച് കയറ്റിയപ്പോൾ അയാൾ ചോദ്യം ചെയ്തു. കാരണം അത് ജീവനത്തിൻ്റെ ഭീഷണിയാണ് ഈ ബസ് ഓടിച്ച് കയറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് ഒരു സുൽത്താൻ എന്ന് പറഞ്ഞൊരു ബസ് യാത്രക്കാരനെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു പരാതി. അതും എറണാകുളത്ത് തന്നെയാണ്. കാരണം പൊതുവെ ഈ കൊച്ചിയിലുള്ള ബസ്സുകാരധികം ഗുണ്ടകളാണെന്നാണ് പറയുന്നത്, കേടികളാണ്. ഈ ചട്ടമ്പി സെറ്റൊക്കെ ഉണ്ട്. ഈ മരട് അന്വേഷിൻ്റെയും പെരുമ്പാവൂർ അനസെറ്റൊക്കെ പോലുള്ള ആളുകളുണ്ടാവും ഇതിൽ. മനസ്സിലായില്ലേ? പ്രൈവറ്റ് ബസ്സുകാർക്ക് ആളുകളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ടാവും ഈ സുൽത്താൻ ബസ്സിൽ ഒരു യാത്രക്കാരനെ ആക്രമിച്ചിരുന്നു. അത് ബസ് കയറുന്നതിന് മുന്നേ ബസ് എടുക്കുക അങ്ങനെ എന്തോ ചെയ്തപ്പോൾ ചോദ്യം ചെയ്തതാണ് പ്രശ്നം. അപ്പോൾ ഇതുപോലുള്ള ഈ ഗുണ്ടായിസൊന്നും വളരാൻ സംഭവിക്കരുത്. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പം ബാക്കി കൂടി കേൾക്കാം. പരിക്ക് പറ്റിയില്ല. റാംഷാ CP ഉണ്ട്, റാംഷയോട് ചോദിക്കാം. റാംഷാ, അപ്പോൾ നമുക്കറിയാം ഈ കൊച്ചിയിലൂടെ ഒരു തവണയെങ്കിലും സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം കുറച്ച് സ്വകാര്യ ബസ്സുകൾ അല്ലെങ്കിൽ ചില ബസ് ജീവനക്കാരെങ്കിലും എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ നമുക്ക് കഴിയില്ല. നല്ല രീതിയിൽ തന്നെ ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സ്വകാര്യ ബസ്സുകാരുണ്ട്, ജീവനക്കാരുടെ ഉടമകളുണ്ട്. പക്ഷെ ചില ആളുകൾ അവരുടെ അമിത വേഗത, അവരുടെ പെരുമാറ്റ ദൂഷ്യപ്പോൾ മറ്റുള്ളവരെ കൊല്ലാൻ പോകുന്ന പോലെ തന്നെയാണ് നടു റോഡിലൂടെയൊക്കെ വാഹനം ഓടിക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഒരു കുറവുമില്ല. അത് ആവർത്തിക്കുകയാണല്ലേ റാംഷാ? ഷിഹാസ്, ഇന്നലെ രാവിലെ 8:30 എറണാകുളം മഹാരാജാസ് കോളേജിന് സമീപത്ത് വെച്ച് ഈ സംഭവം നടക്കുന്നത്. ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഭരത് രാജീവൻ. ഇദ്ദേഹം കോടതിയിലേക്ക് പോകുന്നത് വഴിയാണ് പുറകിൽ വെച്ച് ഒരു സ്വകാര്യ ബസ് ഫോൺ മുഴക്കുന്നത്. KL 13Y7299 എന്നതാണ് ഈ ബസിന്റെ നമ്പർ. ഇത്തരത്തിൽ നിരന്തരം ഫോൺ മുഴക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം വാഹനത്തിന് സൈഡ് കൊടുത്തു. പക്ഷേ ഈ ബസ് ജീവനക്കാരൻ, അതായത് ഡ്രൈവർ, ഈ ബസ് ഇരുചക്ര വാഹനത്തോട് ചേർത്ത് അപകടകരമായ രീതിയിലാണ് ഓവർടേക്ക് ചെയ്തു പോയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ബസ് അല്പം മുന്നോട്ട് പോയി ബസ് സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് ഈ ഭരത് രാജീവൻ ബസ് ഡ്രൈവർക്ക് അടുത്തെത്തുന്നത്. അങ്ങനെയാണ് കണ്ടില്ലേ? ഇവരുടെ പേരിൽ എന്തായാലും നടപടി എടുക്കണം. വക്കീൽ എന്തായാലും കോടതി പോയിട്ടത് വ്യക്തമായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് എഴുതണം. കംപ്ലൈൻറ്റ് എഴുതി ഇവരെ കോടതിയിലോട്ട് വിളിപ്പിച്ച് കേസ് ചാർജ് ചെയ്യണം. ഇവർ നല്ലൊരു ഫൈൻ തന്നെ കൊടുക്കണം. കാരണം ഇവൻ്റെ മുതലാളിമാർക്കൊക്കെ ചിലപ്പം വില്ലന്മാരുടെ സ്വഭാവമാണ്, വില്ലത്തരമൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെയൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് മറ്റുള്ള ഡ്രൈവർമാർക്ക് റോട്ടിൽ കൂടി പോകണ്ടേ? ഒരു വക്കീലിനോട് പോലും ഈ പെരുമാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ.